ആയിട്ടെന്ന് പറഞ്ഞാല് ദേഹം, ദേഹി, ആത്മാവായിട്ട്. ദേഹം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഫിസിക്കൽ ലോകവുമായിട്ട് കണക്ട് ആക്കുന്നു നമ്മളെ. ദേഹി എന്നാൽ ഇമോഷൻസ്, നമ്മുടെ മൈൻഡ്, നമ്മുടെ വില്ല്, ഇതിനെ നമ്മുടെ സഹജീവിതമായിട്ടും നമ്മുടെ കൂടുള്ള ജീവിതങ്ങളുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നു. എന്നാൽ ആത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മളെ ദൈവത്തിന്റെ ആത്മാവായിട്ട് കണക്ട് ചെയ്യുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? ഈ ആത്മാവായിട്ടുള്ള ഒരു കണക്ഷൻ അങ്ങ് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ പിന്നെന്തുവായി? ഒരു ജീവനില്ലാത്ത, ആത്മീയ ജീവനില്ലാത്ത ഒരു മനുഷ്യരായിട്ട് ആണ് ഈ ഭൂമിയിൽ വസിക്കാൻ പോകുന്നത്. ദൈവമായിട്ടൊരു കണക്ഷൻ ഇല്ല. അന്ന് വരെ എന്തുവായിരുന്നു? ദൈവം ആദാമിനോടൊപ്പം ഇങ്ങനെ നമ്മുടെ കൂട്ടുള്ള ഒരു ശരീരമുള്ള ആള് കൂടെ കൈപിടിച്ച് നടക്കുന്നെന്നല്ല അതിന്റെ അർത്ഥം. ഒപ്പം ആദാമിൽ നടന്നെന്നുള്ളതാണ്. ആദാമിനോടൊപ്പം ആ തേജസ്സുള്ള ശരീരത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം. ഇവിടെ ഒരു ആന്റി പ്രാർത്ഥിച്ചപ്പോൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ദൈവത്തിന്റെ ആ ഷെക്കേന, ആ ഗ്ലോറി ഇറങ്ങട്ടെന്ന് ആ തേജസ്സുള്ള ശരീരത്തിലുണ്ടായിരുന്നു. പക്ഷെ ആ ആത്മീയ ബന്ധം വിട്ടുപോയപ്പോൾ എന്തുപറ്റി? ഒരു മരണം സംഭവിച്ചു. എന്നാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളെ വിട്ടുകളഞ്ഞില്ല. നമ്മളാണ് വിട്ടുകളഞ്ഞ ദൈവത്തിനെ. ദൈവം എന്ത് ചെയ്തു? കാലാകാലങ്ങൾ കഴിഞ്ഞിട്ട് ഇസ്രായേൽ മക്കളെ സ്വന്തം ജനമായി വിളിച്ചു വേർതിരിച്ചപ്പോൾ അവരുടെ മധ്യയിൽ വസിപ്പാൻ ദൈവം അവർക്കൊരു മോഡൽ ഹൗസ് കൊടുത്തു. ആദ്യം പറഞ്ഞത് പ്രൈമറി ഹൗസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഒരു ഹൗസ്. സെക്കൻഡ് ദൈവം എന്ത് കൊടുത്തു? അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു മോഡൽ അല്ലെങ്കിൽ പാറ്റേൺ ഹൗസ് കൊടുക്കുന്നു. അത് നമ്മൾ എങ്ങനെ പഠിക്കുന്നു? അതായിരുന്നു ടബർനാക്കിൾ, സമാഗമന കൂടാരം. അതിനകത്തിലും 3 3 ഭാഗങ്ങളായിട്ട് ദൈവം അവർക്ക് ആ പണിയുടെ സ്ട്രക്ചർ കൊടുത്തത്. എങ്ങനെയാണ്? പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ആ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ ഷെക്കേന ഇറങ്ങി അവിടെ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിച്ചു. അതായിരുന്നു ഒരു പാറ്റേൺ ഹൗസ്. ഈ പാറ്റേൺ ഹൗസ് വെച്ചാണ് ഇസ്രായേൽ മക്കള് മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങിയത്. നമ്മളിപ്പം വായിച്ച് ആ വാക്യത്തിലോട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ എസെക്കിയേൽ പ്രവചനം എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ബാക്കി എല്ലാ പ്രവചനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ എസെക്കിയേൽ പ്രവചനം എന്ന് പറയുമ്പോൾ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്രവചന പുസ്തകമാണ്. അതിനകത്തിൽ ഇപ്പം നമ്മൾ വായിച്ച 40-ാമത്തെ അധ്യായം തൊട്ട് മുന്നോട്ട് ഒരു പുതിയ ആലയത്തിന്റെ പണികളെ കുറിച്ചാണ് ദൈവം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എസെക്കേൽ പ്രവാചകൻ യഹൂദന്മാരുടെ ബാബിലോണിയ പ്രവാസത്തിന്റെ 25-ാമത്തെ ആണ്ടിൽ ഒരു ദൈവീയ ദർശനം കാണും. അതെന്തുമാണ് കാണുന്നത്? നമുക്കൊന്ന് വായിക്കാം. എസെക്കിയേൽ പ്രവചനം 40-ാം അധ്യായം അതിന്റെ 1 തൊട്ട് ആരെങ്കിലും ഒരാൾ മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? ഞങ്ങളുടെ പ്രവാസത്തിന്റെ 25-ാം ആണ്ടിന്റെ ആരംഭത്തിങ്കൽ 10-ാം തീയതി നഗരം പിടിക്കപ്പെട്ടതിന്റെ 14-ാം ആണ്ടിൽ അന്നേ തീയതി തന്നെ യഹോവയുടെ കൈ എന്റെ മേൽ വന്നു എന്ന് അവിടേക്ക് കൊണ്ടുപോയി. ദിവ്യദർശനങ്ങളിൽ അവൻ എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുപോയി ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി. അതിന്മേൽ തെക്കുമാറി ഒരു നഗരത്തിന്റെ രൂപം പോലെ ഒന്ന് കാണുവാനുണ്ടായിരുന്നു. അവൻ എന്നെ അവിടെ കൊണ്ടുചെന്നു. അവിടെ ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ കാഴ്ചയ്ക്ക് താമരം പോലെ ആയിരുന്നു. അവന്റെ കയ്യിൽ ഒരു ചണചരടും അളവു ബന്ധവും ഉണ്ടായിരുന്നു. അവൻ പടിവാതിൽക്കൽ നിന്നു. ആ പുരുഷൻ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവിക ദർശനങ്ങളിൽ ഒന്നെന്ന് എഴുതിയിരിക്കുന്നത്. അന്നേരം ഈ എസെക്കിയേൽ പ്രവചനത്തിനകത്തിൽ പുസ്തകത്തിനകത്ത് ദൈവിക ദർശനത്താൽ ദൈവം മനുഷ്യനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. മനുഷ്യന്റെ സ്ഥിതി, ദൈവത്തിന്റെ സ്ഥിതി, ഇങ്ങനെ ഓരോ കാര്യങ്ങള് ഇവരെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടെ എന്തുവാണ് എസെക്കിയേൽ പ്രവാചകൻ കാണുന്നത്? ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി ഒരു സ്വർഗീയ പുരുഷനെ അവിടെ നിന്നുകൊണ്ട് കാണുന്നത് ഒരു പട്ടണം, അത് ഇസ്രായേലിന്റെ പട്ടണമാണ്. അവിടെ പിന്നെ കാണുന്ന ഒരു സ്വർഗീയ പുരുഷന്റെ ദർശനം. അത് താമ്രം കൊണ്ടുള്ള ഒരു ശരീരം, അവന്റെ കയ്യിൽ അളവ് നൂലും അളവ് കോലും. ഇതിലാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ ദർശനം നമ്മൾ പഠിക്കുമ്പോൾ ഈ ദർശനം അറിയപ്പെടുന്നത് വരാൻ ഉള്ള
വിശുദ്ധ മന്ദിരത്തിനെ കുറിച്ചുള്ള ഒരു ദർശനമാണ്. ഭാവിയിൽ വരാനുള്ള വിശുദ്ധ മന്ദിരത്തിനെ കുറിച്ചുള്ള ഒരു ദർശനമാണ് ഇസ്രായേൽ മക്കൾക്ക് അത് കാണിച്ചു കൊടുക്കുന്നത്. എന്നാൽ എന്തുവാ അവിടെ നടന്നിരിക്കുന്നത്? നമ്മൾ എസെക്കിയേൽ പ്രവചനം മുഴുവനും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്തുവാ ന്യായം വിധിച്ചവര് പിന്നെ പ്രഭാസ ജീവിതത്തിൽ ഉള്ളതിന്റെ ശേഷം തൻ്റെ ജനങ്ങളിലെ മധ്യയിൽ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമായി വിശുദ്ധ മന്ദിരത്തിന്റെ ഒരു ദർശനമാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ന്യായവിധി എന്ന് കഴിഞ്ഞ് പ്രവാസ ജീവിതത്തിൽ അവർ നിൽക്കുവാണ്. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അവരിലോട്ട് തിരിഞ്ഞിറങ്ങി വരാൻ വേണ്ടി ഒരു വിശുദ്ധ മന്ദിരം പണിയാന് അവർക്ക് കൊടുക്കുന്ന ഒരു ദർശനമാണ്. അതുപോലെ തന്നെ ഈ ദർശനത്തെക്കുറിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ വേറെ വ്യാഖ്യാനത്തിൽ പഠിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിൽ അക്ഷരാർത്ഥത്തിൽ വരാനുള്ള ഒരു വിശുദ്ധ മന്ദിരമായിട്ട് നമ്മൾ ഇതിനെ പഠിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മീയ ആലയം എന്നാൽ സഭയായിട്ട് ഈ ദർശനത്തിനെ നമുക്ക് പഠിക്കാം. എന്നാൽ ഭാവിയിൽ വരുന്ന ഒരു വീണ്ടെടുപ്പ്, യേശു മുഖാന്തരം നമ്മുടെ ജീവിതത്തിന്റെ ഒരു വീണ്ടെടുപ്പായിട്ടും നമ്മൾ ഈ ദർശനത്തിനെ പഠിക്കാൻ പറ്റും. ഈ ദർശനം കാണിക്കുന്ന എന്തുവാണ്? പാറ്റേൺ ഹൗസ് തന്നെയാണ്. പാറ്റേൺ ഹൗസ് ആണ് പിന്നെയും കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞ സമാഗമന കൂടാരം പോലുള്ള ഒരു പാറ്റേൺ ഹൗസ് കാണിക്കുവാണ്. ഇവിടെ എന്തുവാ നടന്നത്? ബാബിലോണിൽ എന്തുവാ നടന്നത്? 25-ാമത്തെ ആണ്ടില് എന്തുവായിരുന്നു ഇവരുടെ സ്ഥിതി? എന്തുവായിരുന്നു? ദാനിയേലിനെ ഒക്കെ ബാബിലോണിൽ കൊണ്ടുവന്നപ്പോ അവരവരുടെ വിശുദ്ധിയെ കാത്തു. പക്ഷെങ്കിൽ ഇസ്രായേൽ മക്കൾ അവരുടെ വിശുദ്ധിയിൽ നിന്ന് അകന്നുപോയി. അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആലയം അവരുടെ പ്രശംസാ വിഷയമായി മാറി. അവർക്ക് ദൂരെ കണ്ട ജെറുസലേമിൽ കിടന്ന ആലയം അവരുടെ പ്രശംസാ വിഷയമായി. അവര് ചിന്തിച്ചു, യെരുശലേമിലോട്ട് നോക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ കാണും, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല പാട്ടുകൾ കാണും, പ്രസംഗങ്ങൾ കാണും, അന്യഭാഷ കാണും. എന്നാൽ നമ്മൾ വിശുദ്ധ ജീവിതം, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നോ ഇല്ലയോ എന്നുള്ള നിശ്ചയം നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഇന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കണം. വിശുദ്ധിയിൽ നിന്ന് അവർ അകന്നു. അവരുടെ പ്രശംസയുടെ കാര്യം എന്തുവായി? ഈ ആലയമായി. അത് ആയപ്പോഴാണ് ദൈവം എസെക്കിയേലിന് ഒരു പ്രവചനം, എസെക്കിയേലിന്റെ ചാപ്റ്റർ 12 കൊടുക്കുന്നു. 11-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? എസെക്കിയേൽ പ്രവചനം 11-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. എന്റെ ചട്ടങ്ങളിൽ നടക്കുകയോ എന്റെ ന്യായങ്ങളെ ആചരിക്കുകയോ ചെയ്യാതെ ചുറ്റുമുള്ള ജാതികളുടെ ന്യായങ്ങളെ പ്രമാണിച്ച് നടന്ന നിങ്ങൾ ഞാൻ യഹോവ എന്നറിയും. താങ്ക് യു. ഇവിടെ എന്തുവാ പറഞ്ഞത്? എന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും നിങ്ങൾ ആദരിക്കാതെ ചുറ്റുമുള്ള ജാതികളുടെ ചട്ടങ്ങളും പ്രമാണങ്ങളും നിങ്ങൾ ആദരിക്കാൻ പോയി. നമ്മൾ ഇന്നും അത് തന്നെ ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയുണ്ട്, സഭയുണ്ട്, നമ്മൾ സഭയിൽ ചിലപ്പം പ്രശംസിക്കപ്പെടുന്നു, നമ്മൾ ചിലപ്പം കുടുംബ പാരമ്പര്യങ്ങളിൽ പ്രശംസിക്കപ്പെടുന്നു. എന്നാൽ ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും ചില സമയത്ത് നമ്മൾ മറന്നുപോകുന്നു. നമ്മുടെ കുടുംബത്തിനകത്തിൽ, നമ്മുടെ ജീവിതത്തിനകത്തിൽ, നമ്മുടെ സഭയ്ക്കകത്തിൽ ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വിട്ടിട്ട് നമ്മൾ സഭയെ ആസ് എ മോഡൽ, അല്ലെങ്കിൽ കുടുംബം ആസ് എ മോഡൽ, അല്ലെങ്കിൽ ഞാൻ സ്വയം ആസ് എ മോഡൽ നമ്മൾ പ്രശംസിക്കപ്പെടുന്നു. നമ്മൾ എന്തുവാണ് ചെയ്യുന്നത്? നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയാറുണ്ട്, വസ്ത്രം അല്ലെങ്കിൽ ആഹാരം പോട്ടെ, ആഹാരം നമ്മൾ നോക്കുന്നേ ഇല്ല, ആരുടെയാ എന്തുവാ നമ്മൾ കഴിക്കുന്നതെന്ന് നമ്മൾ നോക്കുന്നില്ല. വസ്ത്രധാരണ, പണ്ട് തൊട്ട് വസ്ത്രധാരണയെ കുറിച്ച് നമ്മൾ കുറച്ചൊരു സ്ട്രിക്ട്നെസ് കാണിക്കും. ബന്ധുക്കോസുകാരാകുമ്പോൾ അല്ലെങ്കിൽ ആഭരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ പിന്നെ വല്ല ആഘോഷത്തെക്കുറിച്ച് നമ്മൾ മെയിനായിട്ട് എടുത്ത് എല്ലാം ഹൈലൈറ്റ് ചെയ്താലും അത് വേണം, അതിൽ നിന്ന് നമ്മൾ വേർപെട്ട് തന്നെ ഇരിക്കേണ്ടി വരുന്നു. എന്നാൽ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ചില വേറെ ലോകത്തിന്റെ ജാതികളുടെ വിചാരങ്ങൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ തീരുമാനങ്ങൾ, അവരുടെ അപേക്ഷകൾ, അവരുടെ സ്റ്റാച്യൂസ് നമ്മുടെ ജീവിതത്തിൽ ചെറുതായിട്ട് ഞ്ഞൊഴഞ്ഞു കയറും. നമ്മൾ അറിയാതെ പോലും നമ്മൾ അവരുടെ കൂട്ട് വിചാരിക്കും. നമ്മുടെ മോഹങ്ങൾ അവരുടെ കൂട്ടായിരിക്കും, നമ്മുടെ തീരുമാനങ്ങൾ അവരുടെ ആയി പോകും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അവരുടെ ആയി പോകും. അത് നമ്മൾ പോലും അറിയാതെ എന്നിട്ട് നമ്മൾ മേളില് പൊക്കി എടുത്ത് വെക്കുന്ന എന്തുവായിരുന്നു? ചിലപ്പോൾ ഞാൻ അവരുടെ കൂട്ടല്ല വസ്ത്രധാരണ, അല്ലെങ്കിൽ ഞാൻ മെയിൻ സിൻ എടുത്തിട്ട് പറയും ഞാൻ അതിലില്ലല്ലോ,
എന്നാൽ ജാതികളുടെ കൂട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. ജീവിത വിശുദ്ധി എന്തുവാണെന്ന് ഒന്ന് നമ്മൾ ഒന്നുകൂടെ അറിഞ്ഞു നോക്കണം. നമ്മുടെ മക്കൾ ഇന്ന് ആ, നമ്മുടെ തലമുറ, പുതിയ തലമുറയെ കുറിച്ച് നമ്മൾ ഒത്തിരി പറയാറുണ്ട്. അവരങ്ങനെ, അവരിങ്ങനെ. നമ്മുടെ നമ്മുടെ തലമുറയും നമ്മുടെ മാതാപിതാക്കളുടെ തലമുറയും എല്ലാരും വിചാരിക്കുന്നത് മരത്തെ പൊട്ടിമുളഞ്ഞ ഒരു മഷ്റൂം അല്ലെങ്കിൽ ഒരു കൂണല്ലല്ലോ ഇന്നത്തെ തലമുറ. വർഷങ്ങളും കൊണ്ട് നമ്മൾ വിളമ്പി കൊടുത്ത് 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 അവരെ മെനഞ്ഞെടുത്തതാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കോലം. അതിന് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ കൈയും ഉണ്ട്, ഈ രക്തത്തിൽ എൻ്റെ കൈ ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ കൈ കഴുകിയിട്ട് അയ്യോ ഒന്ന് രക്ഷിക്കാൻ പറഞ്ഞാൽ അത് പറ്റത്തില്ല. ഈ തലമുറയുടെ പോക്കില് നമ്മളും അവിടോട്ട് അവരെ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർ നമ്മുടെ വഴി കണ്ടില്ല. അല്ലെങ്കിൽ അത് നമ്മൾ ആ ദൈവത്തിനെ നമ്മൾ ശരിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടില്ലെന്നുള്ള ഒരു അകബോധം നമുക്ക് വന്നാൽ നമുക്ക് അവിടുന്ന് പണി തുടങ്ങാൻ പറ്റും. അവിടുന്ന് പണി തുടങ്ങാൻ പറ്റും. 25-ാമത്തെ വർഷം അവരെ ബാബിലോണില് പ്രവാസികളായിട്ട് കൊണ്ടുപോയ 14-ാമത്തെ വർഷമാണ് എന്ത് നടക്കുന്ന. 14 വർഷമായി എന്ത് നടന്നിട്ടിപ്പം? ആ മന്ദിരം പൊട്ടിച്ചു കളഞ്ഞ് 14 വർഷമായി. ഇന്ന് നമ്മൾ ഈ 40-ാമത്തെ അധ്യായത്തിലാകുമ്പോൾ 14 വർഷമായി. അവരെ കൊണ്ടുപോയത് കഴിഞ്ഞിട്ട് 25-ാമത്തെ വർഷമായി. എന്ന് തുടങ്ങിയാൽ ഈ പണി ദൈവത്തിന് അവിടുന്ന് തുടങ്ങാൻ പറ്റും. നമ്മൾ സമർപ്പിച്ചു കൊടുത്താൽ മതി. ദൈവത്തിനോട് നമ്മൾ ഏറ്റു പറഞ്ഞാൽ മതി, ദൈവമേ എൻ്റെ കൈയും ഉണ്ട് ഇതിനകത്തിൽ, എൻ്റെ കൈ ഇല്ലെന്ന് പറയാൻ പറ്റില്ല എന്ന് നമ്മൾ ഏറ്റുകൊടുത്താൽ അവിടുന്ന് ദൈവം പണി തുടങ്ങും. അവിടുന്ന് ദൈവം ക്രമങ്ങളും ക്രിയകളും ദൈവത്തിന്റെ സ്റ്റാച്യൂസ് നമുക്ക് അങ്ങോട്ട് തരാൻ തുടങ്ങും. അത് തന്നെ നമ്മൾ ഇതിനകത്ത് വായിക്കുന്നു. ഇത് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇന്ന് കാണുന്നത് നമ്മുടെ സഭയിൽ നടക്കുന്ന ചില വിഷയങ്ങൾ, നമ്മുടെ സഭകളിൽ നടക്കുന്ന വിഷയങ്ങൾ, അതിൽ കൂടെ നമ്മൾ വരുമ്പോൾ നമ്മൾ എന്തുവാ, ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന ഓരോ കുടുംബങ്ങളിലെ പണ്ടത്തെ അമ്മച്ചിമാര് പറയാറുണ്ടായിരുന്നു വളർത്തുദോഷമെന്ന്. ചൊട്ടയിലെ ശീലം ചുടല വരെ, അല്ലെങ്കിൽ വളർത്തുദോഷം. ഇത് എൻ്റെ അമ്മച്ചിയുടെ കൂടെ ഞാൻ വളർന്നുകൊണ്ടാണ് എനിക്ക് ഇതെല്ലാം ഇങ്ങനെ അറിയാം, ഈ പഴഞ്ചൊല്ലുകൾ അറിയാം. അന്നേരം ഈ വളർത്തുദോഷമെന്ന് അമ്മച്ചി ഒത്തിരി കാര്യത്തിൽ പറയാറുണ്ട്. ഇന്ന് ചില സഭകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും ആടേലും ഒക്കെ മക്കളല്ലേ. എന്നാൽ നമുക്ക് അവിടെ അത് വിട്ട് കളഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ എന്തുവാണ് നടക്കുന്നത്? നമ്മൾ ഈ പാറ്റേൺ ഹൗസ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സഭ, അല്ലെങ്കിൽ ഇവിടെ സഭകളിൽ ഒരു യൂണിറ്റ് എന്തുവാണെന്ന് ചോദിച്ചാൽ അത് ഫാമിലിയാണ്. ഒരു യൂണിറ്റ് മോഡൽ എന്തുവാന്ന് ചോദിച്ചാൽ അത് ഫാമിലിയാണ്. ദൈവം ആദ്യമേ ഉണ്ടാക്കിയ ഒരു യൂണിറ്റ് ആണ് ഉണ്ടാക്കിയത്. അതാരായിരുന്നു? ആദമും ഹവ്വയും ഉണ്ടാക്കിയ ഒരു യൂണിറ്റ് ആക്കിയിട്ട് അവിടുന്ന് ഒരു ഫാമിലി ആക്കിയിട്ടാണ് പിന്നെ നമ്മൾ വേറെ സൊസൈറ്റി അല്ലെങ്കിൽ സിവിലൈസേഷൻ അല്ലെങ്കിൽ സഭ, ചർച്ച് ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. അന്നേരം നമുക്ക് വർക്ക് ദൈവം എവിടെയാ തുടങ്ങുന്നത്? ഇൻഡിവിജ്വലില്ല, ആ യൂണിറ്റിൽ തന്നെയാണ് ദൈവം വർക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ദൈവം അന്നേരം ഇവിടെ കാണിക്കുന്നത്, നമുക്ക് ഈ ദർശനത്തിനെ നമുക്കൊന്ന് ഇറങ്ങിച്ചെന്നൊന്ന് പഠിക്കാം. ഈ ദർശനത്തിനകത്ത് കാണുന്നത് എന്തുവാണ്? ഒരു സ്വർഗീയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന, അന്നേരം അതിനൊരു അതോറിറ്റി ഉണ്ട്. അവന്റെ രൂപം എന്തുവാണ്? അതോറിറ്റിയെ കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവകാശത്തെ അല്ലെങ്കിൽ അധികാരത്തെ കാണിക്കുന്നു. അവകാശമല്ല, അധികാരത്തെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവന്റെ ഒരു രൂപത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ബ്രോൺസ് എന്ന് പറഞ്ഞാൽ താമ്രം കൊണ്ടുണ്ടാക്കിയത്. താമ്രം കൊണ്ടുണ്ടാക്കിയ ഒരാളാണെങ്കിൽ അതിനെന്തുവാണ് ഒരു ഗുണം? അത് സ്ട്രോങ്ലി അവിടെ നിൽക്കുക, ഇളക്കപ്പെരുക്കമില്ല, ഇതില്ല, അനങ്ങുമല്ല, അത് സ്റ്റേൺ ആയിട്ടും സ്റ്റേബിൾ ആയിട്ടും നിൽക്കുവാണ്. സെക്കൻഡ്, താമ്രത്തിന്റെ കളറ്, അത് ഭയങ്കര, താമ്രത്തിന്റെ കളർ സൈക്കോളജിക്കകത്തിലൊക്കെ പഠിക്കുമ്പോൾ അത് കാംനെസ് അല്ലെങ്കിൽ കൈൻഡ്നെസ്സുമായിട്ടാണ് യോജിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അത് കാമാണ്. ഈ ഒരു കോമ്പിനേഷനാണ് ഏറ്റവും ബെസ്റ്റ് പേരന്റിങ് എന്ന് പറഞ്ഞാൽ അതോറിറ്റേറ്റീവ് പേരന്റിങ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഏറ്റവും നല്ല പേരന്റിങ്. ബാക്കി ഒരു 4-5 പേരന്റിങ് ഉണ്ട്. അതിനകത്ത് ഇന്ന് അതോറിറ്റേറ്റീവ് പേരന്റിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പേരന്റിങ്. ആ പേരന്റിങ്ങിനകത്തിൽ 2 വാക്കുകളേ ഉള്ളൂ: ഫേം ആൻഡ് കാം.
അല്ലെങ്കിൽ ഫേം ആൻഡ് കൈൻഡ്, സ്ഥിരതയുള്ളതും ഇളക്കമില്ലാത്തതും അതുപോലെ തന്നെ കൈൻഡും. ഇത് സെയിം സ്വഭാവമാണ് നമ്മൾ ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത്. ഹീ ഈസ് സ്റ്റേൺ, സ്റ്റേബിൾ ബട്ട് കൈൻഡ്. അതാണ് ദൈവം ആസ് എ പിതാവ് നമ്മളെ നോക്കുമ്പോൾ, നമ്മളെ മക്കളായിട്ട് നോക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ ഇതാണ്. ഹി ഈസ് ഫേം, സ്റ്റേബിൾ. യെസ് എന്ന് പറഞ്ഞാൽ യെസ്, നോ എന്ന് പറഞ്ഞാൽ നോ. ദൈവം അത് മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി 5:37 പറയുന്നു, ബട്ട് ലെറ്റ് യുവർ കമ്മ്യൂണിക്കേഷൻ ബി യാ യാ ആൻഡ് നേ നേ. യെസ് യെസ് ഓർ നോ നോ. യെസ് എന്ന് പറഞ്ഞാൽ യെസ് ആയിരിക്കണം, നോ എന്ന് പറഞ്ഞാൽ നോ ആയിരിക്കണം എന്നുള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ ഞാൻ പേരന്റിങ്ങിനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ നോക്കുന്നു. നമ്മൾ ആസ് എ പേരന്റ്, ഒരു ചൈൽഡ്, ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൺഫ്യൂഷൻ ഉള്ള പേരന്റ് ആകരുത്. ഒരു സമയത്ത് ഒരു കാര്യം പറയുന്നു, വേറൊരു സമയത്ത് വേറൊരു കാര്യം പറയുന്നു. ഇപ്പൊ യെസ് പറഞ്ഞത് നാളെ നോ, നോ പറഞ്ഞത് ഇപ്പൊ യെസ്. സ്റ്റെബിലിറ്റി ഇല്ല. അത് ഇച്ചിരി ഒന്ന് ശബ്ദം കൂട്ടി കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആരുടെയും ഒരാളുടെ നെഞ്ച് അങ്ങ് മെൽറ്റായി പോകും. മൊബൈൽ തരത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് കൊടുത്തു പോകും. ഈ കുലുക്കം, അതിന്റെ കരച്ചിൽ എന്നെ ഒതുക്കാം, അല്ലെങ്കിൽ അതിന്റെ കരച്ചിലിൽ ഞാൻ തോറ്റു കൊടുക്കാം. അന്നേരം അതിന് മനസ്സിലാകും എൻ്റെ കരച്ചിലിന്റെ എത്രാമത്തെ വോല്യൂമില്ല എൻ്റെ അമ്മ ഉരുകുന്നതെന്നും എത്രാമത്തെ വോല്യൂമില്ല അപ്പൻ ഉരുകുന്നതെന്നും. കൊച്ചുങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാ, ദൈവം കൊടുത്ത ബുദ്ധിയാ. അത് പിന്നെ പാപത്തിൽ വീണുകൊണ്ട് അത് ഏത് പ്രകാരവും അത് യൂസ് ആകും. അത് നമ്മൾ സൂക്ഷിച്ചോണം. ഇനിയും യെസ് പറഞ്ഞാൽ യെസ്, അത് ദൈവത്തിന്റെ ഓരോ സ്വഭാവങ്ങളാണ്. ഈ അതോറിറ്റിയും കൊണ്ട് ഈ ആള് ഈ ഭൂമിയിൽ വന്നിട്ട് എന്തുവാണ് ചെയ്യുന്നത്? ഒരു അംബാസിഡർ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളുടെ ഓണേഴ്സ് അല്ല, നമ്മൾ മക്കളുടെ യജമാനന്മാരല്ല, നമ്മൾ അവരുടെ അംബാസിഡറിയൽ വർക്കാണ് നമുക്കുള്ളത്. ദൈവത്തിന്റെ ഒരു അംബാസിഡർ ആയിട്ടാണ് നമ്മളെ അവരുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ അംബാസിഡർ എന്ന് പറഞ്ഞാൽ ഈ അംബാസിഡറിന്റെ ഗുണം എന്തുവാ? അംബാസിഡറിന് അവരുടെ വരുന്ന രാജ്യം, ഇപ്പം ഇന്ത്യയിൽ നിന്ന് UK ഒരു അംബാസിഡറിനെ വിട്ടാല്, ഇന്ത്യയുടെ അംബാസിഡർ ആണെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് ശരിക്കും അറിവ് വേണം. ഇന്ത്യയുടെ ലോ, ഇന്ത്യയുടെ റൂൾ, ഇന്ത്യ എന്തുവാണെന്നുള്ള അറിവ് വേണം. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും, ദൈവം നമ്മളെ ആ മക്കളുടെ ജീവിതത്തിൽ ക്രൈസ്റ്റിന്റെ അംബാസിഡർ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രൈസ്റ്റിനെ കുറിച്ചുള്ള അറിവ് വേണം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വേണം, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് വേണം. ആ അറിവ് എവിടുന്ന് കിട്ടുന്നു? ദൈവവചനത്തിൽ നിന്ന് കിട്ടുന്നു. നമ്മുടെ പരിശുദ്ധാത്മാവ്, ദൈവം നമ്മളിൽ ഒഴുക്കി തന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവവചനത്തിലോട്ട് നയിച്ചിട്ട് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് അറിവ് തരും, നമ്മുടെ കുടുംബത്തിനെ നയിക്കാൻ. ഇന്നത്തെ കാലത്ത് രണ്ട് കുടുംബങ്ങൾ കൂടി വരുമ്പോൾ, ഒരു കല്യാണം നടക്കുമ്പോൾ പെണ്ണ് MBA പഠിച്ചു അല്ലെങ്കിൽ ചെറുക്കൻ ഡോക്ടർ പഠിച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന എന്തുവാ? അവിടെ ചെന്നിട്ട് കല്യാണ ആലോചനയ്ക്ക് ചോദിക്കുന്ന എന്താ? കുട്ടി എന്തുവാ? MBA. ഇപ്പൊ എന്റെ അച്ഛച്ചന്റെയും കാര്യം പറയാം. കുട്ടി എന്തുവാ? MBA. അച്ഛച്ചൻ എന്തോ പഠിച്ചേ? IT. ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുമ്പോ എന്തോ കിട്ടുന്നെന്ന് പറഞ്ഞാൽ അച്ഛച്ചൻ ഒരു MBA കാരിയും കിട്ടി, എനിക്കൊരു IT കിട്ടി. പിന്നെ ഞങ്ങൾ ഒരു 10 വർഷം കഴിയുമ്പോ വീട്ടിലിരുന്ന് എല്ലാ ഈ IT എന്തോ ചെയ്യുന്നേ? മൊബൈൽ എടുത്ത് IT ചെയ്യുക വീട്ടിലിരുന്ന്. MBA എന്തോ ചെയ്യുമ്പോ ഒരു 5 വർഷം കൂടെ കഴിയുമ്പോ എല്ലാരെയും മാനേജ് ചെയ്തുകൊണ്ട് നടത്തും. എന്റെ അമ്മായിമ്മയ്ക്ക് ആരെ കിട്ടി? ഒരു മാനേജറിനെ കിട്ടി. പക്ഷെ അമ്മായിമ്മയ്ക്ക് കിട്ടേണ്ടി ആരാ? ഒരു മരുമോളയാ കിട്ടേണ്ടത്. എനിക്ക് കിട്ടേണ്ടി ആരാ? ക്രിസ്തുവിന്റെ ഒരു ഇമേജിലുള്ള ഒരു ഭർത്താവിനെയാ കിട്ടും. നമ്മൾ ഒരു കല്യാണത്തിന്റെ ആലോചനയ്ക്ക് പോകുമ്പോൾ അറിയണം, ഈ കുട്ടിക്ക് ആത്മീയമായിട്ടുള്ള വചന അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്ന്. പാട്ട് മാത്രം പോരാ ഇന്നത്തെ കാലത്ത്, ഗിറ്റാർ മാത്രം പോരാ, വചന അടിസ്ഥാനം ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു സ്വന്തം അമ്മയപ്പനും തറവാക്കിയിട്ട് വേണം ഈ പെങ്കൊച്ചിനെ ഒരു പുരുഷന്റെ കയ്യിലോട്ട് വെച്ചു കൊടുക്കാൻ. അതേപോലെ തന്നെ ഈ മകന് ആത്മീയ അടിസ്ഥാനമുണ്ടോ, വചനത്തിന്റെ അടിസ്ഥാനം ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വേണം ഈ അമ്മയപ്പനും ഒരു പെങ്കൊച്ചിന്റെ കയ്യിൽ വെച്ചു കൊടുക്കാൻ. എന്താന്ന് വെച്ചാൽ പുരുഷനാണ് ഇനി അവളെ പഠിപ്പിക്കേണ്ടത്, നയിക്കേണ്ടത്. അല്ലാതെ ഈ ചെറുക്കനെ എങ്ങനെയും കല്യാണം കഴിപ്പിച്ചു വിട്ട് ആ കൊച്ചു വന്നാൽ ഒന്ന് ശരിയാകും. ഈ കൊച്ചെന്തിനാ ആമ്പിള്ളേരെ ശരിയാക്കാൻ വേണ്ടിയാണോ കൊച്ചുങ്ങളെ വളർത്തുന്നത്? അങ്ങനെയല്ലല്ലോ. അന്നേരം ഒരു
പക്വതയുള്ള അമ്മയും അപ്പനും ആണെങ്കിൽ നമ്മൾ തീരുമാനിക്കണം നമ്മുടെ മക്കള് ഇനി അതുപോലെ എൻ്റെ മമ്മിയും എൻ്റെ അമ്മച്ചി പറയുമായിരുന്നു കതിരെ കൊണ്ട് വളം വെച്ചാൽ ശരിയാകത്തില്ലെന്ന്. അന്നേരം കല്യാണത്തിന്റെ സമയമാകുമ്പോഴത്തേന് നമ്മൾ കൊണ്ടുപോയി ഒരു ബൈബിൾ സ്റ്റഡിയും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഉടനെ ഒരു സ്നാനവും എല്ലാം കൂടെ ആക്കുമ്പോൾ അതും ശരിയാകത്തില്ല. നമ്മൾ അത് ചൊട്ടയിലേന്ന് തുടങ്ങണം, അന്നേരം അത് ചുടല വരെ ആകത്തുള്ളൂ. നമ്മൾ അവരെ വചനത്തിന്റെ ദൃഢതയിലോട്ട് ഇറക്കണം. ഞാൻ ഈ പറയുന്ന നമ്മളെല്ലാവരും അങ്ങ് ശരിയാണോ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇന്ന് ദൈവം ഈ വചനം അങ്ങോട്ട് തുറന്നു തന്നിട്ട് എന്നെ പഠിപ്പിക്കുവാണെങ്കിൽ ഈ വചനം എൻ്റെ മേലാണ് ആദ്യമേ, ഈ പഴഞ്ചൊല്ലുകളെല്ലാം എൻ്റെ മേലാണ് ആദ്യമേ ഭവിച്ചത്. എൻ്റെ ഭർത്താവ് അകത്ത് നിന്നുകൊണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അച്ഛൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഓ സിജി കുതിരപ്പുറത്തുനിന്ന് വീണ് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. സിജി കുതിരപ്പുറത്തുനിന്ന് വീഴുന്നതിന് മുമ്പ് എന്തുവായിരുന്നു. ഞാൻ കുതിരപ്പുറത്തുനിന്ന് വീണ ഒരു സമയവും ഉണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയരുത്. പൗലോസായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. അച്ഛനൊന്ന് കളിയാക്കുന്നത് തന്നെ എൻ്റെ ചിന്തകളും വിചാരങ്ങളും ഒക്കെ ഒന്ന് മാറിപ്പോയി. ഇപ്പം ഞാൻ ഇച്ചിരി ചെറിയ ബോറിംഗ് ആയെന്നാണ് അച്ഛൻ്റെ ചിന്തകൾ. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയാൽ നമ്മൾ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആണ്. ദൈവത്തിന്റെ വചനം ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളെ അങ്ങോട്ട് മെനഞ്ഞെടുത്ത് ഈ ആട്ട കുഴയ്ക്കുന്നതിൻ്റെ കൂട്ട് അങ്ങോട്ട് കുഴയ്ക്കാൻ തുടങ്ങും. പിന്നെ അതിനകത്തിൽ നമുക്ക് നല്ല ഒടിവും ചതവും എല്ലാം, ഇടയ്ക്ക് രണ്ട് ഇടിയും. ഹിന്ദിക്കാർ ആട്ട കുഴയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? പിടിച്ചിട്ട് ഒലയ്ക്കും അടിക്കും, എന്നിട്ട് രണ്ട് ഇടിയൊക്കെ ഇടിക്കും. അന്നേരമാണ് നല്ല സ്മൂത്ത് പറാട്ടയുടെ ആട്ട ഉണ്ടാകുന്നത്. അതുപോലെ അങ്ങോട്ട് തുടങ്ങും. ഇതാണ് നമ്മുടെ എന്തുവാ ഇനി ഞാൻ പറയുന്നത്, നമ്മള് ഈ അതോറിറ്റി അല്ലെങ്കിൽ അംബാസിഡറായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു കുടുംബ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇനി അംബാസിഡറിന് തന്നെ, ഈ പേരൻസിന് തന്നെ, ഈ യേശുവിന്റെ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ലൈക്ക് ഗേളും ക്രൈസ്റ്റ് ലൈക്ക് ബോയും കൂടി വരുമ്പോൾ, ഒരു മാനും കൂടി വരുമ്പോൾ ക്രൈസ്റ്റ് ലൈക്ക് മദറും വൈഫും ക്രൈസ്റ്റ് ലൈക്ക് ഹസ്ബൻഡും ആകണം. ക്രൈസ്റ്റ് ലൈക്ക് ഹസ്ബൻഡും ക്രൈസ്റ്റ് ലൈക്ക് വൈഫും കൂടി വരുമ്പോൾ എന്തു ആകും? ഒരു ക്രൈസ്റ്റ് ലൈക്ക് മദറും ഒരു ക്രൈസ്റ്റ് ലൈക്ക് ഫാദറും ആകും. അങ്ങനെയാണെങ്കിൽ ഈ പേരൻസിന് ചില റെസ്പോൺസിബിലിറ്റി, ഇതേ അധികാരം, അതോറിറ്റി, ദൈവം തന്നിരിക്കുന്ന ഈ അതോറിറ്റി, പേരന്റൽ അതോറിറ്റി തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഈ പേരന്റൽ അതോറിറ്റിയുടെ രണ്ട് കാര്യം ഞാൻ പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ പേരന്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആണ്, ഒന്നാണെന്നുള്ളതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ കല്യാണമൊക്കെ കഴിയുമ്പോൾ ഈ കല്യാണത്തിന് രണ്ട് ചെയറാ. ഞാനിപ്പോ ശ്രദ്ധിക്കുമായിരുന്നു ചില കല്യാണ വീഡിയോസിനകത്തിലൊക്കെ രണ്ട് ചെയർ. കല്യാണം കഴിയുമ്പോൾ റിസപ്ഷന് നമുക്ക് ഒരു സീറ്റാ ഇട്ട് കൊടുക്കുന്നത്, എന്ന് പറഞ്ഞാൽ ലവ് സീറ്റ് എന്നൊക്കെ അതിന് പേര് കൊടുക്കും. ആ ഒരു സീറ്റിൽ ഒന്നിച്ചായിരിക്കണ്ടേ. അത് പറയുമ്പോൾ പേരന്റ് എന്ന് പറയുന്നേ, മാതാപിതാവ് എന്ന് പറയുന്നവർക്ക് ഒരു സീറ്റാണ്, അവർ യൂണിറ്റ് ആണ്. കൊച്ചുങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ വലുത്. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഭാര്യ ഭർത്താവ് ഇവരാണ് ഫസ്റ്റ്, ഇവരുടെ ബന്ധമാണ് ഫസ്റ്റ്. ഈ ബന്ധം കഴിഞ്ഞിട്ടാണ്, ഈ ബന്ധത്തിൽ നിന്നാണ് ഉളവാകുന്ന കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് മാതാവ് എളുപ്പമെന്ന് പറയരുത്, എനിക്ക് എല്ലാത്തിനേക്കാളും എൻ്റെ മോന അല്ലെങ്കിൽ മോള, അച്ചായനേക്കാളും വലുത് മോള മോന അല്ല, അച്ചായനാ വലുത്, അച്ചായന് അമ്മാമ്മയാ വലുത്. ഈ അച്ചായനും അമ്മാമ്മയും ഒന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ അച്ചായനും അമ്മാമ്മയ്ക്കും ഉണ്ടാകുന്ന മക്കള്. ഒരു സ്റ്റേജ് വെക്ക്. ഈ അച്ചായനും അമ്മമ്മയും ഒന്നായിട്ട് ഈ ലവ് സീറ്റേല്, ഈ എന്തുവാ എന്ന് പറയുന്ന ഒരു സിംഹാസനം പോലുള്ള ഒരു ലവ് സീറ്റാ കൊടുക്കുന്നത്. ഇത് അതോറിറ്റിയുടെ സീറ്റാ. പേരന്റ് എന്നുള്ള അതോറിറ്റിയുടെ സീറ്റ്, സിംഗിൾ സീറ്റ്, അതിൽ ഒന്നിച്ചിരിക്കണം. അവരുടെ അധികാരം തുല്യം, അവരുടെ അവകാശം തുല്യം, അവരുടെ സ്നേഹം തുല്യം. ബൈബിളിനകത്തിൽ എഴുതിയിട്ടില്ല അമ്മയോ അപ്പനെയോ, എന്തുവാ എഴുതിയിരിക്കുന്നത്? ഓണർ യുവർ ഫാദർ ആൻഡ് മദർ എന്നാ. ഈ ആൻഡ് കഴിഞ്ഞിട്ട് ബൈബിളിനകത്തിൽ ഒന്ന് ചെന്ന് ചെക്ക് ചെയ്തേ, ആൻഡ് കഴിഞ്ഞിട്ട് വേറെ എന്തുവേലും വേർഡ് ഉണ്ടോ? ആൻഡ് ദെൻ എന്ന് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൻ കഴിഞ്ഞിട്ട് അമ്മയെ ബഹുമാനിക്കണമെന്നല്ല, അപ്പനെ അമ്മയും ബഹുമാനിക്കണം. ഇതിന്റെ ഇടയ്ക്ക് ആൻഡ് വരുന്നതിന്റെ, ആൻഡ് എന്ന് എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് വാക്കിനകത്ത് ആൻഡ് എന്ന് എഴുതിയിരിക്കുന്നതിന്റെ ഇപ്പൊ ലെഫ്റ്റും റൈറ്റും എഴുതുന്ന രണ്ടും തുല്യമാണ്. ഇനി ആണാണോ പുരുഷനാണോ വലുത്, സ്ത്രീയാണോ വലുതെന്നുള്ളത്, അത് നിങ്ങളുടെ ഡിഫറൻസ് നിങ്ങൾ സോൾവ് ചെയ്യുക. പേരന്റൽ സീറ്റിൽ വന്നുകൊണ്ടിരുന്ന് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, അത് വേറെയാണ്. എന്ന് പറഞ്ഞാല് ബൈബിളിനകത്തിൽ ഇത് എഴുതിയിരിക്കുന്നു, തിരുവചനത്തിനകത്തിൽ എഴുതിയിരിക്കുന്നു, ഭാര്യ അവിടെ ഭർത്താവിന്, സ്വന്തം ഭർത്താവിന് കീഴടങ്ങാനാ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ ലോകത്തിലുള്ള എല്ലാ ആണുങ്ങൾക്കും കീഴടങ്ങാനല്ല എഴുതിയിരിക്കുന്നത്. ഭാര്യ
ആണുങ്ങളെ കീഴടങ്ങി ജീവിക്കാനല്ല എഴുതിയിരിക്കുന്നത്, സ്വന്തം ഭർത്താവിനെ കീഴടങ്ങി ജീവിക്കാന്. ക്രിസ്തു തുല്യം, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള ഒരു ഭർത്താവിനെ കീഴടങ്ങുമ്പോൾ എന്താണ് കീഴടങ്ങുന്നത്? ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യയെ സഭയുടെ സ്വന്തമായിട്ട് സാക്രിഫൈസ് ചെയ്ത്, ക്രിസ്തു ചെയ്ത സാക്രിഫൈസിൽ ഭാര്യയെ സഭയെ പോലെ സ്നേഹിക്കും. ഈ സഭയെ പോലെ സ്നേഹം കിട്ടുന്ന ഭാര്യ ഭർത്താവിനെ ക്രിസ്തുവിന്റെ തലയോളം അവർ കീഴ്പ്പെട്ടുകൊണ്ടിരിക്കും. ഇത് കീഴ്പ്പെടുന്നതും ഈ സഭയും ഈ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അത് അവര് തമ്മിലുള്ളത്. പേരന്റ് ആയിട്ടുള്ള ബന്ധത്തില് ഇവർ ഈ സീറ്റില് അവരുടെ അതോറിറ്റിയിൽ അവർ ഇരിക്കണം. അതുകൊണ്ടാണ് അവരുടെ അതോറിറ്റിയിൽ ഇരിക്കാത്തതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയത്തില്ല, ഈ ബൈബിൾ അടിസ്ഥാനമില്ലാത്ത കുടുംബം അങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയത്തില്ല ഇങ്ങനത്തെ അതോറിറ്റിയുടെ ഒരു സീറ്റ് ഉണ്ടെന്ന്. ഇത് എൻഗേജ്മെന്റിന് അവരെടുത്തോണ്ട് പോകും. ഈ നമ്മൾ ലോൺ എടുത്തോരെ അല്ലെങ്കിൽ എന്തുവാ റെന്റിന് എടുത്തോരെ അവർ അവിടുന്നേ എടുത്തോണ്ട് പോകും. അത് എടുത്തോണ്ട് പോകുന്ന എനിക്ക് തോന്നി ഈ പെണ്ണും ചെറുക്കനും കാണുമെന്നെങ്ങാണ്ടാ തോന്നുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഈ പൈസ മുടക്കുന്നോണ്ടുള്ള ദുഃഖം കൊണ്ടാണോ ഇവർക്ക് പിന്നെ തോന്നിക്കുന്ന എന്തോ ഈ സീറ്റ് ഇല്ലെന്നാ തോന്നിക്കുന്നത്. ഇവര് പിന്നെ സീറ്റ് ഒന്നുമില്ല, ബെഡുണ്ട്, ചെയറുണ്ട്, പേരന്റൽ സീറ്റ് ഇല്ല. പേരന്റൽ സീറ്റ് ഇല്ലാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവരുണ്ടല്ലോ മക്കളുണ്ടാകുമ്പോൾ അവര് പറയുന്നത് എന്തോ നിങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സാ. പേരൻസ് ഫ്രണ്ട്സ് ആകാൻ പറ്റത്തില്ല. പേരൻസ് ഫ്രണ്ട്സ് അല്ല. ഫ്രണ്ട്ലി ആകാൻ പറ്റും, പക്ഷെ ഫ്രണ്ട് അല്ല. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തെ അങ്ങോട്ട് താക്കരുത്, ഫ്രണ്ട് അല്ല. അതുപോലെ തന്നെ മദർ ഫാദർ, ഇപ്പൊ എന്റെ മദറിൻലോ പാവം ചിലപ്പം പറയാറുണ്ട് മോളെ എന്നെ അമ്മായിയമ്മ എന്ന് വിളിക്കരുതെന്ന്. പക്ഷെ ഞാൻ പറയുന്നത് എന്ത് വന്നോട്ടെ, മമ്മി അമ്മായിയമ്മ എന്ന് പറയുന്ന ഭയങ്കര വലിയൊരു പോസ്റ്റാ. അമ്മായി അമ്മ എന്ന് പറയുന്ന ഭർത്താവിന്റെ അമ്മയാണ്. അതിന്റെ ആ പേരിന്റെ വില കളയാത്. അമ്മായി അമ്മ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പവർഫുൾ പേരാണ്. നമ്മൾ എന്ത് ചെയ്യും? ഈ മുഖത്ത് നോക്കിപ്പോയി അമ്മ അമ്മ എന്നൊക്കെ വിളിച്ചിട്ട് ഇപ്പം കിട്ടിയ അമ്മയല്ലേ, ജനിച്ച അമ്മ അല്ലാത്തോണ്ട് ഒരു 25 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ടാഗ് കൊടുത്തോണ്ട് ഈ ടാഗ് ഊരിക്കൊണ്ട് നമ്മൾ ഇഞ്ഞു പോരും. അമ്മായി അമ്മയുടെ കാണുമ്പോൾ മാത്രം ഈ ടാഗ് ഇങ്ങോട്ട് വെക്കും. കാണാതിരിക്കുമ്പോ അമ്മ എന്നുള്ള ടാഗ് ഊരിട്ട് വേറെ എന്തും വിളിക്കും അമ്മായി അമ്മ കണ്ടില്ലെങ്കിൽ. അതുകൊണ്ട് അമ്മായി അമ്മയ്ക്ക് സ്വയം ഒരു ടാഗ് ഉണ്ട്, അമ്മായി അമ്മ എന്ന. ആ അമ്മായി അമ്മ എന്നുള്ള ടാഗ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. മരുമോൾ എന്നുള്ള ഒരു ടാഗ് ഉണ്ട്, ആ ആ ആ ടാഗ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അത് ഭയങ്കര വിശുദ്ധമായിട്ടുള്ള നമ്മൾ അതാ ചിന്തിക്കുന്നത്, ഇത് ഹോളി ആൻഡ് സേക്രഡ് റിലേഷൻഷിപ്പ് ആണ്. ഇതിന്റെ വാല്യൂ നമ്മൾ താഴോട്ട് കളയരുത്. ഇതിന്റെ വാല്യൂ നമ്മൾ താഴോട്ട് കളയുമ്പോഴാണ് ഇതിന്റെ സേക്രഡ് ആ പൊസിഷൻ പോകുന്നത്, ആ സേക്രഡ് സെന്റിമെന്റ്സ് പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ സെക്കൻഡ് കാണാൻ പറ്റുന്നത്. ഈ ഫ്രണ്ട്സ് ആകാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഫ്രണ്ട്ലി ആകണം, പിള്ളേരുമായിട്ട് ഫ്രണ്ട്ലി ആകണം. അത് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഈ അതോറിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ഈ ദൈവത്തിന്റെ അതോറിറ്റി എന്ന് പറയുമ്പോൾ ഓണർ അല്ല, എന്തുവാണ് നമ്മൾ ഈ അംബാസിഡർ അല്ല, അതോറിറ്റിയാ. അല്ലെങ്കിൽ അതെന്തുവാണെന്ന് ചോദിച്ചാൽ ഈ ലോകപ്രകാരമായിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നുണ്ടേ, ലോകപ്രകാരത്തില് അതോറിറ്റി എന്നുള്ള വേർഡിനെ അവർ കാണുന്ന എന്തുവാ? ബലപ്രയോഗം ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആധിപത്യം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഓവർകം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുവാ ഭീതിപ്പെടുത്തുന്നത്. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ബാബിലോണിയ ആൾക്കാർ ഈ ലോകപ്രകാരമായിട്ടുള്ള വിചാരത്തിലും സ്വഭാവത്തിലും ഇറങ്ങാൻ തുടങ്ങി. നമ്മളിലും ഉണ്ട് ലോകപ്രകാരമായിട്ടുള്ള വിചാരങ്ങളും സ്വഭാവങ്ങളും. നമ്മൾ വിചാരിക്കും ഈ അതോറിറ്റി എന്ന് കേട്ടാൽ പിന്നെന്തുവാണ്? ബലപ്രയോഗം, അത് പിന്നെന്തുവാണ്? ആധിപത്യം, അല്ലെങ്കിൽ പിന്നെന്തുവാണ്? ഭീതിപ്പെടുത്തുക. അല്ല, നമ്മൾ എന്തുവാണ്? സ്റ്റേൺ ആയിട്ടും കൈൻഡായിട്ടുമുള്ള ദൈവത്തിന്റെ സ്വഭാവത്തിൽ അത് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിളിൽ അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ ബൈബിൾ നമ്മളെ ഓരോന്നായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങും. മോളെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ നമ്മൾ പറയാൻ പറ്റത്തില്ല എനിക്കൊന്നും അറിയത്തില്ല ദൈവമേ. ഇപ്പൊ നമ്മൾ ചിലവര് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ഈ കല്യാണ സമയം ആകുമ്പോൾ ചെന്നിട്ട് നമ്മൾ ഈ സ്നാനപ്പെടുത്തുന്ന പോലെ തന്നെ നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഈ ബാബിലോണിലെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ആ മന്ദിരത്തെ നോക്കി അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, ബാക്കി എന്തുവേലും നടന്നാലും നടന്നില്ലല്ലോ, അവിടെ നമ്മളെ അങ്ങ് എത്തിക്കോളും, അതിന്റെ ആ ലിങ്ക് അവിടെ അങ്ങ് എത്തിക്കുമെന്നുള്ള അവർക്ക് ജനറേഷൻസ് കഴിഞ്ഞപ്പോൾ വിചാരം. അതുപോലെ തന്നെയാണ് ഇപ്പം മക്കളെ ഒരു ടീനേജ് ഒക്കെ ആയി 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ എൻ്റെ പാസ്റ്ററെ ഒന്ന് സ്നാനപ്പെടുത്തണേ, എങ്ങനെയാലും 10 പാസ്സായി കിട്ടണം, അതല്ലെങ്കിൽ 12ാം ക്ലാസ് ഒന്ന് പാസ്സായി കിട്ടണം. നമ്മൾ ഈ ഒന്ന് സ്നാനപ്പെട്ട പിന്നെ ദൈവത്തിന്റെ ചുമതലയായി തീർന്നല്ലോ.
നമ്മുടെ ഈ കുരുട്ട് ബുദ്ധികളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അവരെ നമ്മൾ പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. അതിന് കുറച്ച് സാക്രിഫൈസസ് ചെയ്തേ പറ്റത്തുള്ളൂ. ദാ എന്തുവാ, എബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുന്നുണ്ട്, എനിക്കറിയാം അവൻ അവന്റെ സന്തതികൾക്ക് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, പഠിപ്പിക്കുമെന്ന് എനിക്കറിയാമെന്ന്. ഭയങ്കര ഒരു ഫെയ്ത്ത് അബ്രഹാമിലുള്ള പോലാണ് ദൈവം പറയുന്നത്. അബ്രഹാമിൽ ദൈവത്തിന് ഫെയ്ത്ത് ഉണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ദൈവത്തിലോട്ടുള്ള ഫെയ്ത്തിനെ കുറിച്ച് പറയും. മാനുഷിക രംഗത്ത് നോക്കുവാണെങ്കിൽ ദൈവം നമ്മളെ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റാത്തവരെ നമ്മള്. അന്നേരം ദൈവം എപ്പോഴേലും ഏതേലും ഒരു രംഗത്തിൽ ദൈവം ഒന്ന് പറയട്ടെ, എനിക്ക് ഈ സിജിയിൽ വിശ്വാസമുണ്ട്, ഈ കാര്യത്തിലേലും അവള് എന്ന് പറയാൻ എന്നേലും എനിക്കൊരു ചാൻസ് കൊടുത്തിട്ടുണ്ടോ എന്ന് ഇന്ന് ചിന്തിച്ചു നോക്കേണ്ടി വരും. ദൈവം പറയാം ഒന്ന് ധൈര്യത്തോടെ അറിയാം, എനിക്ക് സിജി വിശ്വാസം ഉണ്ടെന്ന്. ജോബിനെ കുറിച്ച് ദൈവം പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ അബ്രഹാമിനെ കുറിച്ച് ദൈവം പറഞ്ഞു എനിക്ക് ഇവരിൽ വിശ്വാസം ഉണ്ടെന്ന്. അവരങ്ങനെ ചെയ്യത്തില്ലെന്നുള്ള. ഇനിയാണ് ഇവരുടെ കയ്യില്, ഇതാണ് പേരന്റൽ അതോറിറ്റി നമ്മൾ പറഞ്ഞത്. ഇനിയും ആ ആടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു, ആ കയ്യില് ഒരു അളവ് കോലും ഒരു അളവ് ചരടും ഉണ്ടായിരുന്നു. ഈ അളവ് കോൽ എന്തിനെ കാണിക്കുന്നു? ഇത് അവര് ഉണ്ടാക്കാൻ പോകുന്ന എന്തുവാണ്? ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം അല്ലെങ്കിൽ ആലയം ഉണ്ടാക്കുന്നത് തന്നെയാ. അകത്തെ പണികളില്ലേ, അളവ് കോലെന്ന് പറയുമ്പോൾ ചെറിയ സ്കെയിലാ, കോലാ അത്. ഈ അകത്തെ പണികൾക്ക് ഡൈമെൻഷൻസ് ഒക്കെ മെഷർ ചെയ്യാനാ. സ്റ്റെപ്പിന് എത്ര ഇത് വേണം, വിട്ട് വേണം, ലെന്ത് വേണം, അകത്തെ കൊച്ചു 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 പണികൾ എല്ലാം മെഷർ ചെയ്യാനാണ് ഈ കോല് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചരട് യൂസ് ചെയ്യുന്ന എന്തുവാണ്? വെളിയിലത്തെ പ്രാകാരങ്ങളും അല്ലെങ്കിൽ അതിന്റെ അതിരുകളും അളക്കാൻ വേണ്ടിയാണ് ഈ ചരട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമേ ദൈവത്തിന്റെ സ്വഭാവമാണല്ലോ നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നത്. ദൈവത്തിന്റെ സ്വഭാവം പഠിക്കാൻ വേണ്ടി നമ്മൾ ഈ വചനത്തിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ പ്രവചന ബുക്കൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ മന്ദിരത്തിന്റെ പണികൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവം ഭയങ്കര ഓർഡർ ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്, ഓർഡർ ഉണ്ട്, ലോ ഉണ്ട്. അതാണ് ദൈവത്തിന്റെ ലോസ്. അതിൽ ആ ദൈവത്തിന്റെ ലോ ദൈവം പറഞ്ഞിരിക്കുന്നു. സൂര്യനെ ഉണ്ടാക്കിയിട്ട് പറയുന്നു അവിടെ നിൽക്കാൻ, അല്ലെങ്കിൽ ചന്ദ്രനെ ഉണ്ടാക്കിയിട്ട് പറയുന്നു നീ ഇവിടെ സൂര്യന്റെ പ്രകാശം എടുത്തിട്ട് അവിടെ തിളങ്ങിയാൽ മതി. എന്നിട്ട് നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിരിക്കുന്നു, പേര് ചൊല്ലി അവൻ വിളിക്കുന്നു. ഭൂമിയെ ഉണ്ടാക്കിയിട്ട് ഇച്ചിരി ചരിച്ച് നിർത്തിയിട്ട് പറഞ്ഞു കറങ്ങാൻ, അതേ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, യുഗം മില്യൻസ് ഇയേഴ്സിൽ. അവർക്ക് അതിനകത്തില് ഫിസിക്കൽ ബീയിങ് ആയോണ്ട് അതിന്നും അവർ മാറിപ്പോകുന്നില്ല. ദൈവം അവിടെ ഓർഡെയിൻ ചെയ്തിരിക്കുവാണ്. അതാണ് ദൈവത്തിന്റെ ക്രമം, അതാണ് ദൈവം തന്നിരിക്കുന്ന ഓർഡർ. നമ്മളാണ് ആ ഓർഡറിൽ നിന്ന് മാറിപ്പോകുന്നത്. അന്നേരം നമുക്ക് മനസ്സിലാകും ഈ ഓർഡർ എങ്ങനെയാ വരയ്ക്കുന്നത്. ഈ ഓർഡർ ഭയങ്കര എന്തുവാ ഇത് പറയുന്നത്, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ദൈവം കാണിക്കുന്ന ഓർഡർ. ഈ അളവ് കോല് അല്ലെങ്കിൽ അളവ് നൂല് കാണിക്കുന്നതിൻ്റെ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ അതോറിറ്റി പ്ലേസിൽ ഇരിക്കുമ്പോൾ മെഷർമെന്റ് ആസ് എ അംബാസിഡർ ആ ആള് പരിശോധിച്ചു നോക്കാനും മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാനും വേണ്ടി വന്ന ഒരാളാണ്. ഈ ടെമ്പിളിന്റെ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാനും ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിന്റെ ഓരോ ക്രമങ്ങളെ പരിശോധിച്ചു നോക്കാനും അതാണ് ഒരു പേരന്റിന് അതിന്റെ അധികാരം കൊടുത്തിട്ടുണ്ട്. ഈ അധികാരത്തിനകത്തിൽ വരുന്ന ഒരു ഈ അവകാശമാണ്, ഈ അധികാരത്തിനകത്ത് വരുന്ന ഒരു അവകാശമാണ് നമ്മുടെ വീടിന് ഉള്ളിൽ അത് എന്ന് പറഞ്ഞാൽ വീടിന്റെ ഓരോ ക്രമങ്ങൾ നമ്മൾ ആസ് എ പേരന്റ് തീരുമാനിക്കാനുള്ളത്. വീടിനകത്ത് എന്ത് വരും, വീടിന് പുറകിൽ എന്തു പോകും, വീടിനകത്ത് വീടിന്റെ നിയമങ്ങൾ എന്തുവാണ്, വീടിന്റെ ചിട്ടകൾ എന്തുവാണ്, അത് ക്രമത്തിൽ കൊണ്ടുവരാന് അത് പേരൻസിന്റെ ഡ്യൂട്ടിയാണ്. അതിൽ നിന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ല എനിക്ക് സമയമില്ല, എനിക്ക് ജോലി കൂടുതലാണെന്നും പറഞ്ഞ് നമ്മൾ എക്സ്ക്യൂസ് ചെയ്ത് മാറാനുള്ള ഓപ്ഷൻ ഇല്ലെന്ന് പറയേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ലോക മനുഷ്യരെ പോലെ തന്നെ നമ്മുടെ കുട്ടികളായി പോകുന്നു. എന്നിട്ട് നമുക്ക് ക്ലൂ ഇല്ല എന്താ ആയി പോകുന്നതെന്നുള്ളതിന്റെ. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ചില ചിട്ടകൾ മാനദണ്ഡങ്ങൾ ആദ്യം തൊട്ടേ ഒരു പുരുഷനും സ്ത്രീയും കൂടെ വരുമ്പോൾ അവരൊരു കുടുംബ ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒത്തിരി കാര്യം അവർ ഡിസ്കസ് ചെയ്യണം. എങ്ങനെയാണ് ചില നിയമങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വേണ്ടിയത്, മൊബൈൽ വേണോ വേണ്ടായോ, ഏത് സമയം തൊട്ടാണ് വേണ്ടിയേ വേണ്ടാത്തത്, 9 മണി കഴിഞ്ഞിട്ട് വേണോ വേണ്ടായോ,
പുരുഷന് ഒരു സ്ത്രീ ആയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സും അവരുടെ കൂടെ അങ്ങ് ഈവനിങ്ങിൽ പോകാൻ പറ്റുമോ പറ്റത്തില്ലയോ? സ്ത്രീകൾക്ക് പുരുഷനായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സും അവരുടെ കൂടെ അങ്ങ് പോകാൻ പറ്റുമോ ഇല്ലയോ? പിള്ളേരെ എന്ത് ഭാഷ സംസാരിക്കണം, ഏത് വാക്കുകളാണ് അവർ ഉച്ചരിക്കുന്നത്? നിങ്ങൾ ഉച്ചരിക്കുന്ന വാക്കുകൾ അവരുടെ വൊക്കാബുലറി ആയിട്ട് മാറും. നിങ്ങൾ അവരോട് പറയുന്ന ദേഷ്യത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ അവരുടെ ഇന്നർ വോയിസ് ആയിട്ട് മാറും. നീ കഴുതയാ, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല. അവരുടെ ജീവിതകാലം മുഴുവനും അവരുടെ ചെവിയിൽ എപ്പോഴും ഇത് അവർ കേട്ടുകൊണ്ടിരിക്കും. അവരുടെ ഇന്നർ വോയിസ് ആയിട്ട് മാറിത്തീരും നമ്മുടെ സംസാരങ്ങൾ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ഏത് ലാംഗ്വേജ് എങ്ങനെ സംസാരിക്കണം, എൻ്റെ വാക്കുകൾ എന്തോ ആയിരിക്കണം എന്നുള്ള അത് നമ്മൾ സൂക്ഷിക്കണം. അതനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാക്കുമ്പോൾ അത് സോൾവ് ചെയ്യുന്ന വഴക്കിന്റെ ലിമിറ്റ് എന്തോ ആണ്, വഴക്കിൽ എന്തൊക്കെ പറയാൻ പറ്റും, ഈ വഴക്ക് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ ഇത് സോൾവ് ചെയ്യുന്നത്, എല്ലാം എൻ്റെ കുഞ്ഞ് കാണണം. പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല, വാക്ക് തർക്കങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല, പക്ഷെങ്കിൽ അത് തീരുമാനിക്കണം. നമ്മൾ ഒരു കാര്യത്തിൽ ഒത്തൊരുമയില്ലെങ്കിൽ, നമ്മുടെ ഡിസിഷൻസ് സെപ്പറേറ്റ് ആണെങ്കിൽ എങ്ങനെ ഇരുന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസിഷൻ എടുക്കാൻ പോകുന്നത്? ഇത് നിങ്ങൾ ശാന്തമായിട്ട് ഇരിക്കുമ്പോൾ ഡിസൈഡ് ചെയ്തേക്കണം. എനിക്ക് വഴക്കുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന രണ്ട് ആൾക്കാരാണ്. അന്നേരം എൻ്റെ കുഞ്ഞ് ഈ വഴക്കിനെ ഞാൻ എങ്ങനെ സോൾവ് ചെയ്യുന്നെന്ന് ഈ കുഞ്ഞ് വിറ്റ്നസ് ആയിരിക്കണം. അവക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ അവന് മനസ്സിലാകണം. അങ്ങനെയുള്ള അന്നേരം ഈ ക്രമം ഈ വാക്യത്തിനകത്തിൽ 5-ാം വാക്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ഏറ്റവും ആദ്യമേ ഈ ആള് ചെയ്തത് എന്തുവാണ്? 5ആണോ 6ലോട്ടാണോ ഒരു അതിര് മെഷർ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ബോർഡർ, ഇതേ ആകാവൂ ആലയത്തിന്റെ അതിര്, ഇതാണ്, ഇതിനകത്തിൽ ആലയമാണ്, അത് കഴിഞ്ഞാണ് വേറെ എല്ലാ കാര്യവും. ഈ അതിരെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബൗണ്ടറി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് വിഷയമാണ് ഈ ബൗണ്ടറി എന്ന് പറയുന്നത്. സമയം ഞാൻ ആക്ച്വലി നോക്കിയില്ല. ആൻറ്റി സമയം എത്ര ഉണ്ടെന്നും കൂടെ പറയാമോ എന്നോട്? എനിക്ക് തോന്നുന്നു സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. സമയം നമ്മളെ പ്രാർത്ഥനയിൽ ഇച്ചിരി കൂടുതൽ സമയം എടുത്തുകൊണ്ട് സമയം മുന്നോട്ട് പോയി. സാരമില്ല. ഞാൻ ഈ വിഷയത്തിൽ ജസ്റ്റ് ഈ കമ്മിങ് പിന്നത്തെ ട്യൂസ്ഡേയിൽ എടുക്കാൻ പറ്റും. അത് തന്നെ ഞാൻ പറയാൻ അത് ആഗ്രഹിക്കുമായിരുന്നു. പിന്നെ എന്തെങ്കിലും ദൈവം അവസരം തരുവാണെങ്കിൽ ഞാൻ ട്യൂസ്ഡേയിൽ ഇവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ്. പക്ഷേ അവസരം തരുമ്പോൾ ഞാൻ ആ വിഷയത്തെ കുറിച്ച് എടുക്കാം. എന്താന്ന് പറഞ്ഞാൽ ഈ ബൗണ്ടറി എന്ന് പറയുന്ന വിഷയം തന്നെ ഭയങ്കര ആഴമായ ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഓടിച്ചു പറയാനും ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് നീഡുള്ള ഒരു അതിനെക്കുറിച്ച് ഞാൻ അതിൻ്റെ ഉപയോഗം പറഞ്ഞാൽ, ഇപ്പം ബൗണ്ടറി ഇല്ലാത്തോണ്ട് കുട്ടികളിലെ നമുക്കൊരു ചിട്ടയും ഒരു ബൗണ്ടറി ഇല്ലാത്തോണ്ട് കുട്ടികൾക്ക് പറ്റുന്ന എന്തുവാണെന്ന് ചോദിച്ചാൽ, പെൺകുട്ടികൾക്ക് വെളിയിൽ പോയാൽ എന്തിനാ നോ പറയേണ്ടി എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. ബിക്കോസ് ബൗണ്ടറി, അവരുടെ ഇന്റേണൽ ബൗണ്ടറി അവർക്കില്ല. ഇന്റേണൽ ബൗണ്ടറി ഇല്ലാത്തതുകൊണ്ട്, ഇനിയും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെയോ ഈവൻ ഇൻ കേസ് ഒരു ആൺകുട്ടിയോ ഒരാൾ വന്ന് പറയുക, അതിനകത്ത് വേറൊരു കാര്യം, ഇവരുടെ അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ ഇവരുടെ വർത്ത്, ഇവരുടെ വാല്യൂ ബൗണ്ടറി ഇല്ലാത്തതുകൊണ്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലാണ് ഇവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ വേറൊരാൾ എനിക്ക് വാല്യൂ തരണം, വേറൊരാള് ഇൻസ്റ്റാഗ്രാമിന്റെ ലൈക്സോ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ലൈക്സ് ആണ് ഇവരുടെ വാല്യൂ, അതാണ് ഇവർക്ക് വാല്യൂ സെറ്റ് ചെയ്യുന്നത്. ഇവർക്ക് ഇന്റേണൽ ബൗണ്ടറി ഇല്ലാത്തതുകൊണ്ടാണിത്. ഇത് ഇല്ലാത്തോണ്ട് ഇവരുടെ വാല്യൂ സെറ്റ് ചെയ്യുന്ന വേറൊരാൾ. അങ്ങനെ ഏതേലും ഒരാൾ ഇവർക്കൊരു വാല്യൂ കൊടുത്താൽ ആളെന്ത് ചെയ്യും? ചാഞ്ഞു പോകും. ചാഞ്ഞു പോകുമ്പോൾ പിന്നെ വരുന്നത് എന്തുവാന്ന് ചോദിച്ചാൽ, ഇവർക്ക് നോ പറയാൻ അറിയത്തില്ല. ഒത്തിരി അബദ്ധങ്ങൾ ഇന്നത്തെ ജീവിതത്തിൽ നടക്കുന്നത് നോ പറയാൻ അറിയാൻ വയ്യാത്ത ഒരേ കാരണം കൊണ്ടാണ്. അത് ജീവിതത്തിന്റെ ബൗണ്ടറിയുടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇൻ കേസ് നമ്മൾ ഓഫീസിൽ പോവുകയാണ്, ഓഫീസിൽ നോ പറയാൻ ഇന്നത്തെ ജനറേഷനും ഇനി ഞങ്ങളുടെ ജനറേഷനും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഓവർലോഡ് തരും നമുക്ക്, നമ്മളെല്ലാം ഏറ്റെടുക്കും, എന്നിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുടുംബത്തിലോട്ട് നോക്കുവാണെങ്കിൽ അച്ചാച്ചന്മാര് അല്ലെങ്കിൽ ഈവൻ ചേച്ചിമാര് തന്നെ നമ്മള് മനുഷ്യരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി എല്ലാം ഏറ്റെടുക്കും, ഒന്നിനും നോ പറയാൻ അറിയത്തില്ല. പക്ഷെ നോ എവിടാ വരുന്നതെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറേ ഉള്ളൂ എല്ലാവർക്കും. എല്ലാത്തിനും യെസ് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ നോ എവിടാ പറയുന്നതെന്ന് അറിയാമോ?
അവർക്ക് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് ക്വസ്റ്റ്യൻ വരാത്ത സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ കുടുംബ വിഷയത്തില് അല്ലെങ്കിൽ മക്കളുടെ വിഷയത്തിൽ അവിടെ അങ്ങ് നോ ആകും. എന്നിട്ട് പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ എല്ലാം ചെയ്യുന്നതെന്ന്. അവിടെ അവരെ അങ്ങ് ത്യജിച്ച് കളയും. എന്ന് പറഞ്ഞാൽ ജോബ് ഇരിക്കുന്നതിന്റെ കൂട്ട് നമ്പക്ക് പോയി സിറ്റി ഗേറ്റില് പോയി ഇരിക്കാൻ പറ്റത്തില്ല. കുടുംബത്തിൽ നമ്മൾ നോക്കിയേ പറ്റത്തുള്ളൂ. കുടുംബത്തിൽ നമ്മൾ സമയം ചെലവഴിച്ചേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ജോബല്ല, ലോത്ത് തെരഞ്ഞെടുത്ത പോലെ, ലോത്തിന്റെ കുടുംബം തെരഞ്ഞെടുത്ത പോലെ അവർക്ക് ചില നിയമങ്ങൾ അവർക്ക് ഇല്ലായിരുന്നു, ചില ബൗണ്ടറീസ് അവർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവര് ജീവിക്കാൻ പോകുന്ന സ്ഥലം തെരഞ്ഞെടുത്തപ്പോൾ അവരുടെ മക്കൾക്ക് എന്ത് വരുമെന്ന് അവർ ചിന്തിച്ചില്ല. അവർ ജീവിക്കാൻ പോകുന്ന സ്ഥലം തെരഞ്ഞെടുത്തപ്പോൾ അവരുടെ ഭാവി എന്താകും, മക്കളുടെ ഭാവി എന്തുവാകും, അവർ എവിടെ ആരാധിക്കുമെന്നുള്ളത് അവർ ചിന്തിച്ചില്ല. ഇന്ന് നമ്മൾ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ദീർഘദൃഷ്ടിയുള്ളവര്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ വേണം നമ്മൾക്ക് ആ തീരുമാനങ്ങൾ എടുക്കാൻ. ദൈവത്തിനെ മുന്നേ വെച്ചുകൊണ്ട് വേണം ചില തീരുമാനങ്ങൾ എടുക്കാൻ. അവരത് തെരഞ്ഞെടുത്തപ്പോ ദൈവത്തിനെ തെരഞ്ഞെടുത്തില്ല, എവിടെ ആരാധിക്കുമെന്ന് നമ്മൾ തെരഞ്ഞെടുത്തില്ല. ഇന്ന് നമ്മൾ ഞങ്ങളുടെ പ്രായക്കാർ തന്നെ ചില സഭകൾ പൊട്ടിപ്പോകുമ്പോൾ, ചില സഭകൾ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അറിയണം, നമ്മൾ തീരുമാനിക്കണം, എൻ്റെ മക്കൾക്ക് ആൻസറബിൾ ആയിട്ട് ഞാൻ കൊടുക്കാൻ പറ്റുമോ, എൻ്റെ മക്കൾക്ക് അവിടെ ഒരു ദൈവിക അടിസ്ഥാനം, ഒരു ബിബ്ലിക്കൽ അടിസ്ഥാനം കിട്ടുമോ ഇല്ലയോ എന്ന് നമ്മളത് ചിന്തിക്കണം. ഞാൻ ആഭരണത്തെ കുറിച്ച് യെസ് എന്നോ നോ എന്നോ ഞാൻ പറയുമല്ല. പക്ഷെ പെന്തക്കോസ്ത് സമുദായത്തിൽ നമ്മൾ വളർന്നവര്, ആഭരണം ഇടാത്തവര് സഡൻലി ആഭരണം അങ്ങോട്ട് ഇടുമ്പോൾ അത് തെറ്റാണോ ശരിയായോ ആണോ എന്നല്ല ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ. പക്ഷെ എങ്കിൽ ഇടാത്തവര് സഡൻലി ഞാൻ നാളെ പോയി ഇട്ടാല് ഞാൻ എൻ്റെ മോക്ക് ബൈബിൾ അടിസ്ഥാനം ഞാൻ തിരിച്ചെന്തിനെടുത്തിട്ടെന്നുള്ള വചനം കാണിച്ചു കൊടുക്കാൻ പ്രാപ്തിയുള്ള ആളാണെങ്കിൽ ഇടാൻ പറ്റും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചെന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എനിക്ക് എന്തുവാണ് അടിസ്ഥാനമെന്നുള്ളത് ബൈബിളിനകത്ത് എൻ്റെ കുഞ്ഞിന് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ എൻ്റെ കൊച്ചിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ എനിക്കിടാം. അത് പറ്റത്തില്ല. നമ്മൾ എന്തിനാ പിന്നെ ആദ്യമേ കളഞ്ഞത്? ഏത് അവകാശത്തിലായിരുന്നു പിന്നെ കൊണ്ടുവരുന്നത്? അത് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കണം. അങ്ങനത്തെ ഇതൊരു ജസ്റ്റ് എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അങ്ങനത്തെ ഒത്തിരി ചിട്ടകൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇത് എടുത്തു മാറ്റിയതിന്റെ അടിസ്ഥാനം എന്തുവാണെന്നും ഇനിയും തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാനം എന്തുവാണെന്നും നമുക്ക് നമ്മുടെ മക്കളോട് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റും. എന്നാ അത് ദൈവ അടിസ്ഥാന പ്രകാരം നമ്മൾ അത് പറയാൻ ഉത്തരം അവർക്ക് കൊടുക്കാൻ പറ്റണം. ചില സമയങ്ങളിൽ നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല, അത് വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇത് സമയം ഒത്തിരി മുമ്പോട്ട് പോയെന്ന് എനിക്കറിയാം. നിങ്ങൾ എല്ലാവരും ടയർഡായിട്ടിരിക്കുവാണ്. ഞാനിത് ദീർഘിക്കുന്നില്ല. ഈ സമയം എനിക്ക് അനുവദിച്ചു തന്ന എല്ലാ സിസ്റ്റർമാർക്കും ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധ ആത്മാവിന്റെ പ്രവർത്തനം നമ്മളോട് കൂടെ നമ്മുടെ ഓരോ ജീവിതങ്ങളെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ തലമുറകളെയും, നമ്മുടെ സഭകളിലും വെളിപ്പെടണം. ഈ ദിവസങ്ങളിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം എസക്കിയേലിനെ താഴ്വാരയിൽ കൊണ്ടുപോയി, പരിശുദ്ധാത്മാവിന്റെ കരം അവന്റെ മേൽ വന്നിട്ട് അവനെ താഴ്വാരയിൽ കൊണ്ടുപോയിട്ട് എന്ത് കാണിച്ചു? മനുഷ്യന്റെ സ്ഥിതി കാണിച്ചു. 37-ാമത്തെ അധ്യായത്തിൽ മനുഷ്യന്റെ എല്ലുകൂമ്പാരങ്ങൾ കാണിച്ചു. 40-ാമത്തെ അധ്യായത്തിൽ എസക്കിയേലിന്മേൽ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി അവനെ പർവ്വതത്തിന്മേൽ നിർത്തിയിട്ട് ദൈവത്തിന്റെ സ്വഭാവം കാണിക്കുന്നു. ഇതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ അവസാന ദിവസങ്ങളിൽ, ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ, ഈ ഉപവാസ പ്രാർത്ഥനകളുടെ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അക്കാരം ഹാൻഡ് കെയിം അപ്പോൺ എസക്കിയേൽ എന്നാ പറയുന്നത്, ലോർഡ്സ് ഹാൻഡ്. പരിശുദ്ധാത്മാവിന്റെ അക്കാരം നമ്മൾ ഓരോരുത്തർ മേലും വന്നിട്ട് നമ്മളെ ഓരോ പർവ്വതങ്ങളിന്മേലും നമ്മുടെ താഴ്വാരകളിലും നമ്മുടെ സ്ഥിതികളെ നമ്മളെ അറിയിച്ച് അവിടുന്ന് നമുക്ക് ഒരു
തരണം. അതുപോലെ ആത്മീയ ഉയർച്ച, ആത്മീയ വിടുതല്, നമ്മുടെ ചില സ്വഭാവങ്ങളിൽ നിന്ന് ആത്മീയ വിടുതല് ആണ് നമുക്ക് ഇനിയിപ്പോൾ ആവശ്യം. നമ്മുടെ ഭൗതിക വിടുതലോ നമ്മുടെ ശാരീരിക വിടുതലിൽ നിന്നെല്ലാം അത്യാവശ്യം നമുക്ക് ആത്മീയ വിടുതലിൻ്റെയാണ്. അങ്ങനെ ആത്മീയ വിടുതൽ സംഭവിച്ച എല്ലാ ആൾക്കാരും കൂടെ ഒന്നിച്ച് നിന്നാലേ നമ്മുടെ സഭയും നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ദൈവത്തിന്റെ ഷെക്കേന, ദൈവത്തിന്റെ തേജസ് നമ്മളിൽ വസിക്കാൻ പറ്റത്തുള്ളൂ. ഈ വാക്കുകളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദിയോട് സ്തോത്രം. പ്രൈസ് ലോർഡ്. നല്ല ഒരു ടോപ്പിക് ആയിരുന്നു.